നിന്റെ തിരുനടയിൽ നറുനീത്തിരി കതിരാ ആരുമറിയാതെ എന്നും വീണരിഞ്ഞിടാ. മോനെ, എനിക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ചെറിയ പ്രായത്തിൽ നിന്നെ എപ്പോഴും കാണാണ്ടാവുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. എവിടെ പോയാലും നിന്നെ കാണാണ്ടാവും. അപ്പം അതിൻ്റെ പേരിൽ ഞാനും നിൻ്റെ ചേച്ചി എപ്പോഴും വിഷമിച്ചിരിക്കലാണ്. അപ്പോൾ നിന്നെ എവിടുന്നെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് ചെയ്യും നല്ല ഡാർക്ക് കളർ ഷർട്ട് ഇട്ട് തരും. അതായത് ഒരു ഉത്സവത്തിനോ എവിടെയെങ്കിലും പോകുമ്പോൾ ദൂരെ നിന്ന് നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഷർട്ട് നോക്കിയാൽ മനസ്സിലാക്കുക. നിൻ്റെ കൂടെ കളിക്കുന്ന എല്ലാ പിള്ളേരും ഉണ്ടാവും, നീ മാത്രം എപ്പോഴും ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രാവശ്യം നിന്നെ ഒരു ഹർത്താൽ ദിവസം എല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ 2-3 മണിക്കൂർ കാണാണ്ടായിരുന്നു. ഞാനും അച്ഛനും എല്ലാവരും അന്ന് ഒരുപാട് അമ്മമ്മയും എല്ലാം അന്ന് പേടിച്ച് ഒരു അവസാനം അത് എന്തോ ഒരു വികൃതി കാണിച്ചതിന് അച്ഛനെ അടിക്കുമെന്ന് വിചാരിച്ചിട്ട് നീ വീട്ടിൻ്റെ സൈഡിൽ വെച്ച വെറുങ്കൂനേൻ്റെ ബാക്കിൽ പോയി ഒളിച്ചതാണ് സംഭവം. അന്ന് ഒരുപാട് നിനക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ ചെറിയ പ്രായത്തിലെ ആ സംഭവമെല്ലാം നമ്മളെപ്പോൾ ഓർക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് നീ വളർന്ന് വലിയൊരാളായി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മോനെ, നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ ദിവസം. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹരി, ഹാപ്പി ബർത്ത്ഡേ. ചെറുപ്പത്തിലൊന്നും എനിക്ക് സഹകരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നീ വലിയ ആളായി. അച്ഛൻ്റെ ആശംസകൾ. മോനെ ഹരിക്കുട്ട, ആൻറ്റീൻ്റെ പിറന്നാൾ ആശംസകൾ. സുഖല്ലേ മോനെ? ഹാപ്പി ബർത്ത്ഡേ ഹരി. എനിക്ക് പണ്ടത്തെ കാര്യം ഓർമ്മയുണ്ടോന്ന് അറിയില്ലേ, നിന്റെ ചേച്ചി കറക്റ്റാന്ന് പറഞ്ഞാലോ നീ എന്നെ ഒരു പ്രാവശ്യം അടിക്കാൻ വന്നിട്ടുണ്ടായി. മോനെ പൊത്തി ഞാൻ പല്ലേച്ചളി എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ കയ്യെല്ലാം പൊട്ടിട്ട് എന്നെ അടിക്കാൻ വന്ന് എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ മോനെ ഹരി. മാമന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഹരി. മിസ്റ്റർ ഹരി, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഏട്ടനില്ലാത്തോണ്ട് കൊറേ കോമഡിയിലും മിസ്സിംഗ് ആണ് കേട്ടാ. വേമ്പാ നമുക്ക് ടൂറിനോണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ഹരി, പിറന്നാൾ ആശംസകൾ. ഹരി ഹാപ്പി ബർത്ത്ഡേ. അന്നൊരു രാവിൽ മഞ്ഞു നാളെ ബത്ലഹേമിൽ പിറന്നുണ്ണിയേശു. എനിക്ക് ഈ പാട്ട് ഓർമ്മയുണ്ടോ? നിന്റെ ചെറിയ പ്രായത്തിൽ, അതായത് നിനക്ക് വായിക്കാൻ പോലും അറിയാത്തൊരു പ്രായത്തിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബുക്കായിരുന്നു ഇത്. ഈ ഒരു പാട്ട് നിന്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ആ ബുക്കിൽ എഴുതി വെച്ചത്. ഏതോ കാർട്ടൂണെന്നെല്ലാം കേട്ടൊരു പാട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിന്റെ എല്ലാ ഫേവറേറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കായിരുന്നു അത്. മാത്രമല്ല നിന്റെ പേര് വരുന്ന എല്ലാ സിനിമാ പാട്ടുകളൊക്കെ ഞാനതിൽ എഴുതി വെക്കുമായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടാവും ഒരു റാബിറ്റിൻ്റെ ഒക്കെ പിക്ചറുള്ള ഒരു ബുക്ക്. അപ്പോൾ നിന്റെ എല്ലാ കാര്യത്തിലും, പിന്നെ അതുപോലെ നിന്നെ ഉറക്കാനും നിന്നെ കുളിപ്പിക്കാനും ഡ്രസ്സ് ചെയ്യിപ്പിക്കാനും എവിടെ പോയാലും നിന്നെ എടുത്ത് നടക്കാനും ഒക്കെ അമ്മയോടൊപ്പം ഞാനും എല്ലാത്തിനും കൂട്ടു നിൽക്കുമായിരുന്നു. അപ്പോൾ ആ പ്രായത്തിൽ അച്ഛൻ അമ്മയോട് പറയും, നമുക്ക് ഇവനെ കൊണ്ട് ചേച്ചിയമ്മ എന്ന് വിളിപ്പിക്കാമെന്ന് പറയും. പക്ഷേ ചെറിയ പ്രായത്തിൽ ഞാൻ പറയും, വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറയും, വെറും ചേച്ചിന്ന് വിളിച്ചാൽ മതിയെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇന്നും ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് നീയാണ് എൻ്റെ ആദ്യത്തെ മോനെന്നാണ്. അപ്പോൾ എന്തെങ്കിലും നീ തന്ന സാധനം ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇതെൻ്റെ മോൻ തന്നതാന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കുശും കൂടിക്കും. അപ്പോൾ ഇപ്പം നീ കൂടിയില്ല, ഒരുപാട് ദൂരെയാണ്. ഒരുപാട് ബ്രദർ സിസ്റ്റർ റീൽസൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് നീ കൂടിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ പൊന്നു മോന് 1000 പിറന്നാൾ ആശംസകൾ. ഹായ് മോനെ, സുഖം തന്നെയാ? മാമിയുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹായ് ഹരി, ഹാപ്പി ബർത്ത്ഡേ. ഹരി മോനെ, ഹാപ്പി ബർത്ത്ഡേ. നീ ഇല്ലാതുകൊണ്ട് നമുക്കൊരു സുഖമില്ല, നീ ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആക്കായിരുന്നു. ഹായ് ഹരിക്കുട്ട, ഹാപ്പി ബർത്ത്ഡേ. ഇന്നത്തെ ദിവസം നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, അവിടെ സുഖാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. ഹായ് ഹരിയേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ഹായ് കുഞ്ഞലിയ. ഞാൻ നിന്റെ ചേച്ചിയെ കല്യാണം കഴിക്കുമ്പോൾ നീ വളരെ ചെറിയ കുട്ടിയായിരുന്നു, 6ാം ക്ലാസ് പഠിക്കുന്നത്. അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചിട്ട് പറയാറുണ്ട്, അതായിരുന്നു എൻ്റെ കുഞ്ഞളിയെന്ന്. ഇന്ന് നീ വളർന്ന് വലിയ ആളായിപ്പോയി. എനിക്ക് ഓർമ്മയുണ്ടാ പണ്ട് നമ്മൾ ഷോപ്ലെക്സിൽ ഒരു ക്രിക്കറ്റിൻ്റെ കിറ്റ് വാങ്ങിക്കാൻ പോയതും അതുപോലെ മീനെ പിടിക്കാൻ പോയതൊക്കെ? അന്നത്തെ ആ കുഞ്ഞു പയ്യൻ ഇന്ന് വളർന്ന് വലിയൊരാളായി. വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ ദിവസം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ കുഞ്ഞളിയന് ഹാപ്പി ബർത്ത്ഡേ. മാമ ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് 12 മണിക്ക് കറങ്ങാൻ പോണ്ടേ? മോന് സുഖല്ലേ? പിറന്നാൾ ആശംസകൾ. ഹായ് ഹരി, എല്ലാവിധ ജന്മദിനാശംസകളും. ഹായ് ഹരി, ഹാപ്പി ബർത്ത്ഡേ. എന്തുണ്ട്, വന്നിട്ട് നമുക്ക് വൈഭാഗണ്ടേ? ഇന്ന് സെറ്റാക്കാൻ നീ നാട്ടിലേക്ക് എത്ത്. പിന്നൊരു കാര്യം പറയാ, ഞാൻ സിഗരറ്റ് ഒന്നും വലിക്കലില്ല. അങ്ങനെ കളിയാക്കൊന്നും വേണ്ടട്ടാ, ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. ഹാപ്പി ബർത്ത്ഡേ മാമ. ഹാപ്പി ബർത്ത്ഡേ ഹരി.
Wishing you many more happy returns of the day, bro. Happy birthday. ഹായ് ഹരി, ഹാപ്പി ബർത്ത്ഡേ. ഏട്ടാ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഹരിയേട്ടാ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഹരിയേട്ട നാളിൽ വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ ലീല വിളിച്ച് ബൈ ബൈ. വള